നമസ്കാരം, കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വരാജും അതേപോലെ തന്നെ ചാണ്ടി ഉമ്മൻ. ഇവരെ ഞങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇവരെ ഒന്ന് വിലയിരുത്തുകയുണ്ടായി. ആ വിലയിരുത്തലാണ് ഞാൻ പറയുന്നത്. സോണി, എന്താണ് ഇവരെ തമ്മിൽ താരതമ്യപ്പെടുത്തി ഒരു പഠനം നടത്തണം, ചർച്ച നടത്തണമെന്ന് തോന്നാൻ കാരണം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ വളരെ സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. 7 ദിവസം അവിടെ നമ്മൾ താമസിച്ചാണ് നമ്മുടെ ചാനലിന് വേണ്ടി പ്രവർത്തിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, വളർന്നു വരുന്ന UDFിലും LDFിലും വളർന്നു വരുന്ന യുവതലമുറയിലെ നേതാക്കന്മാരാരാന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. LDFിൽ ഇനി ജനസമ്മതനായ ഒരു നേതാവായിട്ട് വരാൻ പോകുന്നത് M സ്വരാജ് ആയിരിക്കും. അതുപോലെ തന്നെ UDFിൽ ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും. കാരണം അത്രമാത്രം ഉണ്ട് അവരുടെ വ്യക്തിപ്രഭാവം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പം സ്വരാജിനെ പറ്റി നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ അധികം സോപ്പ് രാഷ്ട്രീയമൊന്നും അദ്ദേഹത്തിന് വശമില്ല. എന്നാലും അദ്ദേഹം പരിചയപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് സ്വരാജിനെ പറ്റി മനസ്സിലാക്കിയ ഒരു കാര്യം. പിന്നെ കൂടുതൽ ആഴത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവ്, ഓർമ്മശക്തി. ഒരു തവണ അദ്ദേഹം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു പ്രാവശ്യം അദ്ദേഹത്തെ ഓർത്തിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ കല്യാണ മരണച്ചടങ്ങുകളിലൊന്നും ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, അദ്ദേഹം അങ്ങനെ പോകുന്ന ഒരാളല്ല. പക്ഷേ എങ്കിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ സ്ഥാനത്തെ വളരെ മഹത്വത്തോടുകൂടി ഉപയോഗിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. ഒരിക്കലും അഴിമതിയോ അങ്ങനെയുള്ള ഇപ്പം മറ്റുള്ളവരൊക്കെ പലരും പറഞ്ഞു വരുന്നുണ്ട്, അഴിമതി സ്വരാജിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ യൂണിവേഴ്സിറ്റി സ്വാധീനിച്ചാണ് ഡോക്ടറേറ്റ് കിട്ടിയെന്നൊക്കെ പലരും പറയും. പക്ഷെ അങ്ങനെയൊന്നും ഒരാളല്ല സ്വരാജ് അങ്ങനെ ചെയ്യുമെന്നുള്ള വിശ്വാസവുമില്ല. അഴിമതിക്ക് അതീതനായിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സ്വരാജിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം തൃപ്പൂണിത്തറ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴത്തേക്കിന് അദ്ദേഹത്തിൻ്റെ കൂടത്തിൽ സീനിയറായിട്ട് കോളേജിൽ പഠിച്ച ഒരു KSU വനിത അദ്ദേഹത്തെ വിളിച്ച് പറയുന്നു, സ്വരാജ്, നിങ്ങളുടെ ഫണ്ടിലേക്ക് ഞാൻ കുറച്ച് സംഭാവന ചെയ്യാൻ, ഇലക്ഷൻ ഫണ്ടിലേക്ക് ഒരു സഹായം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് ആ വനിത പറയുമ്പോൾ സ്വരാജ് പറയുന്ന ഒരു കാര്യം ഞങ്ങൾ കേട്ടതാണ്. എൻ്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് നീ ഇപ്പോൾ സംഭാവന ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ തൊട്ടടുത്തൊരു വീട്ടിൽ ഒരാൾ വളരെ ബുദ്ധിമുട്ടി ദുരവസ്ഥയിൽ കഴിയുന്നുണ്ട്, പറ്റുമെങ്കിൽ നീ അവർക്ക് ആ പൈസ സഹായിക്കാനായിട്ട്. അതുപോലെ തന്നെ വേറൊരു കോൺഗ്രസ് KSUവിൻ്റെ നേതാവ് സ്വരാജിനെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അതായത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഓർഫനേജ് ഉണ്ട്. ഈ KSU നേതാവായിട്ട് പണ്ട് കോളേജിൽ സ്വരാജിനോടൊപ്പം പ്രവർത്തിച്ച ഒരാൾക്ക് ഇന്ന് ഓർഫനേജ് നടത്തുകയാണ്. സ്വരാജ് എല്ലാ മാസവും അവിടെ സ്വരാജ് അവിടെ ചെന്നിട്ട് ഈ ഓർഫനേജിലേക്ക് ഒരു തുക സംഭാവന കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ആ കുട്ടികളോടൊപ്പം നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാതെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത് പ്രൊമോട്ട് ചെയ്യാതെ അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോകും. ആരും അറിയില്ല. മറ്റുള്ള നേതാക്കന്മാരൊക്കെ അങ്ങനെയല്ല, അവരോടൊപ്പം നിന്നിട്ട് ആ ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം പ്രത്യേകിച്ച് KSU നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ DYFI നേതാക്കന്മാരുണ്ട്, SFI നേതാക്കന്മാരുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്വരാജിനെ അതിനൊന്നും കിട്ടുകയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മനസ്സിലാക്കിയൊരു കാര്യം. ഇതൊക്കെ സ്വരാജിൻ്റെ വലിയൊരു ക്വാളിറ്റിയാണ്. ഒപ്പം തന്നെ വലിയ അറിവ്, പുസ്തകം, അതുപോലെ തന്നെ ലൈബ്രറി, വീട് തന്നെ ഒരു ലൈബ്രറിയാണ്. എല്ലാ പുസ്തകവും ആ വീട്ടിലുണ്ട്. ആർക്ക് എന്നാലും ഇതെടുത്ത് വായിക്കാൻ പറ്റും. നമ്മൾ പല വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ആ ലൈബ്രറി നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പ്രത്യേക ലൈബ്രറി, പുസ്തകങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ലൈബ്രറി തുടങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ ഇല്ലാത്ത പുസ്തകങ്ങളില്ലെന്നാണ് പറയുന്നത്. അതുപോലെ നല്ലൊരു പ്രകൃതി സ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ വീടുകളിൽ ഇഷ്ടംപോലെ പലതരത്തിലുള്ള ഫലവൃക്ഷ തൈകൾ അവിടെ നട്ടുപിടിപ്പിക്കുന്നതൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. അങ്ങനെയുള്ളൊരു വ്യത്യസ്തനായ സ്വരാജിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. പിന്നെ ധാർഷ്ട്യത്തെ പറ്റി പറയും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ സ്വരാജിനെ കണ്ടാൽ സ്വയം ഗൗരവക്കാരനാണ്, സ്വയം ധാർഷ്ട്യമുള്ള നേതാവാണെന്നൊക്കെ നമ്മളോട് പറയും. ഇപ്പം ഞാൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, സ്വരാജ് ചായ കുടിക്കാൻ നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചാൽ എനിക്ക് ചായ വേണ്ട എന്ന് പറയുന്ന ഒരാളാണ് സ്വരാജ്. വേറൊന്നും കൊണ്ടല്ല, സ്വരാജ് ജീവിതത്തിൽ ചായയും കാപ്പിയും കുടിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും വെള്ളം കുടിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും അദ്ദേഹം ധാർഷ്ട്യം കൊണ്ട് പറയുന്നതാണ്. പക്ഷേ നമ്മൾ അറിയാതെയാണ് അദ്ദേഹത്തെ പറ്റി പലതും പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണഗണങ്ങളുടെ ഒരു വലിയൊരു വ്യക്തിത്വമാണ് സ്വരാജ്. ഭാവിയിൽ ഇടതുപക്ഷത്തിൽ ഒരു CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ വളർന്നു വരാൻ യോഗ്യതയുള്ള ഒരു നേതാവ്, ക്വാളിറ്റിയുള്ള ഒരു നേതാവായിട്ടാണ് എനിക്ക് സ്വരാജിനെ കാണാൻ പറ്റുന്നത്. നമ്മൾ കുറച്ച് സ്വരാജിനെ പറ്റി നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഇപ്പോൾ വ്യത്യസ്ത പാർട്ടികളുള്ളവർക്ക് പോലും അദ്ദേഹത്തോട് വലിയൊരു ആരാധന തോന്നിപ്പോവും. അതാണ് നമുക്ക് ഇപ്പം ചിലപ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നില്ല. പക്ഷേ അദ്ദേഹത്തെ പറ്റി പുറത്തിറങ്ങി അദ്ദേഹം പലരോട് സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അദ്ദേഹത്തോട് നമുക്ക് തോന്നുന്ന ആരാധന നമുക്ക് ചില്ലറയല്ല. അതാണ് സ്വരാജ് എന്ന യുവ നേതാവിൻ്റെ വലിപ്പം. പിന്നെ നമ്മൾ ചാണ്ടി ഉമ്മൻ. അതുപോലെ ഞാൻ പറയുന്നു, ചാണ്ടി ഉമ്മൻ ഇപ്പോൾ വരും കാലങ്ങളിൽ കോൺഗ്രസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അസറ്റാണ്, പ്രത്യേകിച്ച് UDFിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അസറ്റാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന യുവ നേതാവ്. കാരണം അദ്ദേഹം ഈ പറഞ്ഞ AK ആന്റണിയുടെ മകനെ പോലൊന്നും അല്ല. ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ കണ്ടതാണ്.
ആ വിശേഷം ഒന്ന് പറഞ്ഞു സാറേ, ചാണ്ടിയുമ്മനെ പറ്റി. അല്ല, ചാണ്ടിയുമ്മനെ നമ്മൾ അവിടെ കാണുമ്പോൾ ചാണ്ടിയുമ്മൻ്റെ അത്രയും ദിവസം നിന്ന് പ്രവർത്തിക്കുന്നത് വളരെ ഇത്രയും വേർപ്പൊഴുക്കി പ്രവർത്തിക്കുന്ന ഒരാളല്ല. അദ്ദേഹം അങ്ങനെ ഒരു സെൽഫി എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുന്നു, അതാ ഞാൻ അത് ചെയ്യുന്നു, അങ്ങനെ ഒരു റീൽസ് ഇടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഒരു ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സുഹൃത്തായ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ മത്സരിക്കുന്നു. അപ്പോൾ ഒരു സ്വന്തം സഹോദരന് വേണ്ടി ഒരു സഹോദരൻ എങ്ങനെ ഒരു പ്രവർത്തനം നടത്താം എന്നത് കാണിച്ചു കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ്. കാരണം ഇതിനകത്ത് ധാരാളം പാഠങ്ങൾ പുള്ളിക്ക് പഠിക്കാൻ പറ്റി. പുള്ളിക്ക് കിട്ടുന്ന ഒരു വലിയ സ്വീകരണം എന്ന് പറയുന്നത്, പുള്ളി ഏത് വീട്ടിലും കടന്നു ചെന്നാൽ പുള്ളിയെ വളരെ ഹാർദവമായിട്ട് അവർ സ്വീകരിക്കുക, അവിടെ ഇരുത്തുക. ആ ഉമ്മൻചാണ്ടിയുടെ മുഖം അവർ കാണുക, ഉമ്മൻചാണ്ടിയുടെ മകൻ ഞങ്ങളുടെ വീട്ടിലെത്തി എന്ന് അവർ അഭിമാനത്തോടെ പറയുക. അങ്ങനെ ആ ഒരു വലിയ ഒരു കുളിര് വാരി വിതറിക്കൊണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. നമ്മളിപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്, ഇദ്ദേഹത്തിന് അത്രമാത്രം പക്വതയുണ്ടോ, ഉമ്മൻചാണ്ടിയുടെ മകൻ്റെ ആയിട്ടുള്ള പക്വതയുണ്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ വളരെയധികം ആകർഷിച്ചു. ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വേദനയുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയുകയുണ്ടായി. ഞങ്ങളത് ഈ പ്രവർത്തനം കണ്ടപ്പോൾ ഇദ്ദേഹത്തിനെ അങ്ങനെ എഴുതിത്തള്ളേണ്ട, കേരള രാഷ്ട്രീയം എഴുതിത്തള്ളേണ്ട ഒരാളല്ല എന്ന് ബോധ്യപ്പെട്ടു. കാരണം അതിന് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് ജനങ്ങളോട് പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. ഏതായാലും അദ്ദേഹം ഞങ്ങളെ കാണാനായിട്ട് ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചു. ഞങ്ങൾ അവിടെ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. കാരണം ഇതൊരു വലിയ മനസ്സാണ്. കാരണം നമ്മൾക്ക് ഒരു ഓപ്പോസിറ്റിലുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളിനോട് എന്തായിരുന്നു എൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഏതായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വികസന പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടെ ഉമ്മൻചാണ്ടിയെക്കാട്ട് കുറച്ചുകൂടെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ നിന്ന് രാവിലെ 7-8 മണി തൊട്ട് രാത്രി 11 മണി വരെ നിന്ന് ഒരേ കാലിൽ നിന്ന് കാര്യങ്ങളെല്ലാം കേട്ട് കൃത്യമായി കേട്ട് അതിനെല്ലാം മറുപടി കൊടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞ് ശരിയാക്കുന്നൊരു പ്രകൃതമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വികസന കാഴ്ചപ്പാട് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ അദ്ദേഹം അത്രമാത്രം ശ്രദ്ധിച്ചോ എന്നറിയില്ല. എന്നാൽ ഈ ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കില്ല മിക്കവാറും. ആ മണ്ഡലം ഒരു നല്ല വികസനം, ഒരു കോൺഗ്രസിൻ്റെ ഒരു UDF മന്ത്രി സഭയൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പുള്ളിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഇലക്ഷന് പുള്ളിക്കുള്ള ഒരു വലിയ ഒരു ട്രെയിനിങ് ക്ലാസ് ആയിരുന്നു. ആ പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും ചാണ്ടിയുമ്മൻ വൻ ഭൂരിപക്ഷത്തിലായിരിക്കും അവിടെ ജയിക്കാൻ പോകുന്നത്. അങ്ങനെ സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ചാണ്ടിയുമ്മനെ പറ്റി ഞങ്ങൾ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് എടുത്തു പറയുന്ന ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുടെ മോനും കൂടിയായിരുന്നു. കേരളം കണ്ട പ്രഗത്ഭനായ ജനം ഇഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകനും കൂടിയായിരുന്നു ചാണ്ടിയുമ്മൻ. പക്ഷേ ചാണ്ടിയുമ്മനോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു അഹങ്കാരമോ അങ്ങനെയൊന്നും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനെയാണ് ഞങ്ങൾക്ക് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഓപ്പണായിട്ട് അദ്ദേഹത്തെ അറിയാമല്ലാതെ ഞങ്ങൾ പലപ്പോഴും പലരും സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അടുത്തിടപെട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ശില്പിയും കൂടിയാണ് ഈ ചാണ്ടി. വിജയം പുള്ളിക്കൂടെ അവകാശപ്പെട്ടതാണ്. അതായത് സതീശനുള്ള പോലെ തന്നെ, അല്ലെങ്കിൽ സണ്ണി ജോസഫിനുള്ളത് പോലെ തന്നെ ഒരു അവകാശം ചാണ്ടിയുമ്മനും ഉണ്ട്. ഒരു വീടാന്തരം കയറി കാൽനടയായിട്ട് പോയി രാത്രിയിൽ ഞങ്ങളെ വിളിക്കുമ്പോൾ പോലും 10-11 മണിയാകുമ്പോൾ അദ്ദേഹം വീട് കയറിക്കൊണ്ടിരിക്കുക. 10,000-2000 വീടുകളിൽ അദ്ദേഹം കയറുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് ഉമ്മൻചാണ്ടിക്ക് മാത്രമേ നേരത്തെ പറ്റുള്ളായിരുന്നു. അതാണ് നമ്മൾ ചാണ്ടിയുമ്മനെ കണ്ടത്. മറ്റൊരു ഉമ്മൻചാണ്ടിയാണ് ജനം അവിടെ ചാണ്ടി. ആരും അങ്ങനെ ഒരു ഡയറക്ഷൻ ഒന്നും കൊടുക്കാൻ പുള്ളിക്കില്ലായിരുന്നു. പുള്ളിയുടെ കൂടെ ആരുമില്ല. പുള്ളി അങ്ങനെ ഇറങ്ങി സാധാരണ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഭയങ്കര രസകരമായി. അതുപോലെ 10-11 മണിയായപ്പോൾ എടക്കര ഒരു മലബാർ റെസ്റ്റോറൻറ്റ് വാതിൽക്കൽ ഞങ്ങൾ ചാണ്ടിയുമ്മനെ കാണുമ്പോൾ ചാണ്ടിയുമ്മൻ MLAയുടെ വണ്ടി നിറച്ചും ആളാണ്. ചാണ്ടിയുമ്മൻ ഒരു സൈഡിൽ ഇരിക്കുന്നു, വണ്ടി നിറച്ചും ഫുൾ ആളാണ്. ഇതൊക്കെ പണ്ട് ഉമ്മൻചാണ്ടിയെ പറ്റി പറയായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വാഹനത്തിനകത്ത് നിറച്ച് ആളായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് ഞങ്ങൾ അവിടെയും ചാണ്ടിയുമ്മനെ കണ്ടത്. ചാണ്ടിയുമ്മൻ രാത്രി 11:30 ആയപ്പോൾ ഇതിപ്പോൾ വണ്ടിയിലിട്ടുണ്ട്. ചാണ്ടിയുമ്മൻ്റെ വണ്ടി നിറച്ച് ആള്.
ഇതൊക്കെ അദ്ദേഹത്തിന് നമ്മൾ അറിയാൻ മേലാത്ത, ഇപ്പോൾ ചാണ്ടി ഉമ്മനെ ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ അടുത്തറിഞ്ഞ ചാണ്ടി ഉമ്മനെയാണ് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത്. അതുപോലെ സ്വരാജിനെ പറ്റി അഹങ്കാരികളാണെന്നൊക്കെ പലരും പറയുന്നു. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രമില്ല. അവർ രണ്ടുപേരും രാഷ്ട്രീയ വാഗ്ദാനമാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് നമ്മളിതിനകത്ത് പൊളിറ്റിക്സ് നോക്കാതെ ഞങ്ങൾ കേരളീയം കാര്യങ്ങളെ ചിന്തിക്കുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ നല്ല ചെറുപ്പക്കാർ വളർന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ ഇന്ന് ഒരാൾക്കേ കേരള രാഷ്ട്രീയത്തിൽ അവകാശമുള്ളൂ, അല്ലെങ്കിൽ അർഹതയുള്ളൂ. അത് ചാണ്ടി ഉമ്മന് മാത്രമാണ്. നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരൊക്കെ ഉമ്മൻചാണ്ടിയുടെ അനുയായികളാണ്, ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ സിംബോളിക് ഡ്രാമ നടത്തുന്നത് മാത്രമേ ഉള്ളൂ. കുറെ കതറ് വിട്ട് ചുമ്മാ അഭിനയം കാണിച്ചു കൂട്ടുന്നത് മാത്രമേ. അഭിനവ മക്കളായി മാറുന്നുണ്ട്. ഇദ്ദേഹം ആർട്ടിഫിഷ്യൽ അല്ല. അത് ഈ റീൽസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ചില ജോലികൾ മാത്രം നടത്തിക്കൊണ്ട് എന്തൊക്കെ വാചകം ഓടിച്ച് പോകുന്ന ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും KSU നേതാക്കന്മാരെയൊക്കെ നമുക്കറിയാം. പക്ഷേ ചാണ്ടി ഉമ്മൻ അവരുടെ ഒന്നും കാറ്റഗറിപ്പെട്ട ആളല്ല. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ഭാവിയുടെ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഭാവിയിൽ ഒരു വാഗ്ദാനം കൂടിയാണ് അദ്ദേഹം. ഇപ്പൊ ഈ സ്വരാജ് ആണെങ്കിലും, സ്വരാജ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ നാളുകളിൽ മുഖ്യമന്ത്രി ആകാനൊക്കെ അർഹതയുള്ള ആളെന്ന് പറയുന്ന പോലെ തന്നെ ചാണ്ടി ഉമ്മനും ഇതുപോലെ തന്നെ നാളുകളിൽ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാകാനും യോഗ്യതയുള്ള ആളാണ് ചാണ്ടി ഉമ്മൻ. ഇന്നത്തെ ചാണ്ടി ഉമ്മനെ ആയിരിക്കില്ല നാളെ കാണുന്നത്. ഒത്തിരി ജനകീയനായ, ഒരുപാട് ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന, ഒരുപാട് കാര്യങ്ങളിൽ വികസന കാര്യങ്ങളുമായിട്ട് മുന്നിട്ട് വരുന്ന ഒരു ചാണ്ടി ഉമ്മനെ ആയിരിക്കും നാളുകളിൽ പൊതുസമൂഹം കാണാൻ. പുള്ളിയുടെ ഒരു ബാലപാഠമായി തുടക്കമല്ലേ, പുള്ളിയുടെ തുടങ്ങിയതല്ലേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ ഉള്ള ബാലപീഠകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി അവിടുന്ന് ഉയർത്തെഴുന്നേക്കുമെന്നുള്ള കാര്യത്തിൽ കൃത്യമാണ്. കാരണം നല്ല ശുദ്ധ മനസ്കനാണ്. കാരണം ആൾക്കാരുടെ കണ്ണുനീര് കാണുമ്പോൾ അത് പെട്ടെന്ന് മനസ്സലിയുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടതാണ്. പിന്നെ ഈ പൊതുപ്രവർത്തനത്തിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പാഠം ഇപ്പം കിട്ടി എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അതൊക്കെ പുള്ളിക്കൊരു മുതൽക്കൂട്ടാണ്. ഏതായാലും ഈ രണ്ടുപേര് കേരള രാഷ്ട്രീയത്തിന് നല്ല വാഗ്ദാനങ്ങളാണ് എന്ന് മാത്രമാണ് ഞങ്ങൾ ഈ ചർച്ചയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നിലമ്പൂരിലെ സുരാജ് ജനപ്രതിയാകാത്തതിൽ വിഷമമുണ്ട്. സുരാജ് ജനപ്രതിയാകേണ്ട വ്യക്തി തന്നെയാണ്. ജനപ്രതിയാൻ അർഹതയുള്ള യോഗ്യതയുള്ള വ്യക്തിയാണ് സ്വരാജ്. നാളുകളിൽ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു സീറ്റ് കിട്ടട്ടെ. അദ്ദേഹം ജനപ്രതിയാകണം, അതുപോലെ തന്നെ മന്ത്രിയാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനും ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാകണം എന്നും ആഗ്രഹിക്കുന്നു. അപ്പം ഈ രണ്ടുപേരെയും വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങളിപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു പഠനം അവതരിപ്പിച്ചത്. മറ്റൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.